അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു കൊച്ചു കഥയാണ്. എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സ്നേഹിക്കണമേ. ഞാനിന്ന് വിസ്മയം തീർത്ത കാരുണ്യം എന്ന കഥയാണ് പറയാൻ പോകുന്നത്. മക്ക നഗരം വിജാനമാണ്. മനസ്സിനെ കുളിരണിയിക്കുന്ന സ്പർശം. ഓരോ മണൽത്തരിയും കുതിച്ചു പോകുന്ന ആ പാദസ്പർശം ആരുടേതാണെന്ന് അറിയണ്ടേ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് ആ പാദസ്പർശം. മരുഭൂമിയിലൂടെ നീങ്ങുകയാണ് തിരുമേനി. അല്പം കാട് നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും ഒരു ഏങ്ങി കരച്ചിലിൻ്റെ ശബ്ദം. അവർ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തൻ്റെ അടുത്തായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വലയിലകപ്പെട്ട ഒരു മാൻപേട. അവരെ കണ്ടതും മാൻപേട കരച്ചിലിൻ്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ പ്രസവിച്ചിട്ട് വെറും 3 ദിവസമേ ആയിട്ടുള്ളൂ. എൻ്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം തേടി ഇറങ്ങിയതാണ്. എന്നെ രക്ഷിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ മലമേടനോട് കാര്യമറിയിച്ചു. മലമേടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ, താങ്കൾ എൻ്റെ വിഡ്ഢിത്തരമാണ് പറയുന്നത്. ഈ മാൻ പോയിട്ട് തിരിച്ചു വരുമെന്നോ? കുറച്ചു നേരം ആലോചിച്ചുകൊണ്ട് മലമേടൻ പറഞ്ഞു, ശരി, ഞാൻ ഈ മാനിനെ അഴിച്ചു വിടാം. പക്ഷേ അതിനുവേണ്ടി താങ്കൾ ഇവിടെ ജാമ്യം നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ശരി, ഞാൻ ജാമ്യം നിൽക്കാം. പിന്നെയും ആ മലമേടൻ പറഞ്ഞു, ഈ മാൻ പോയിട്ട് തിരിച്ചു വരുന്നില്ലെങ്കിൽ ഞാൻ താങ്കളെ അറുത്തു കൊല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടും ഭയപ്പെടാതെ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ആ മലമേടൻ ആ മാനിനെ അഴിച്ചു വിട്ടു. ഒട്ടും വൈകാതെ ആ മാൻപേട ഓടി മറഞ്ഞു. പറഞ്ഞ സമയം തീരാൻ ഇനി നിമിഷങ്ങൾ മാത്രം. മലമേടൻ്റെ കടാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ അടുത്തു തുടങ്ങി. അപ്പോഴതാ ആ മാൻപേട ഓടിയെത്തി. അത് കണ്ട് മലമേടൻ അമ്പരന്നു നിന്നു. ഇതെന്തൊരു അത്ഭുതം! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മലമേടൻ ചോദിച്ചു, നബിയെ, താങ്കൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉടനെ തന്നെ ആ മലമേടൻ ഇസ്ലാം സ്വീകരിക്കുകയും ആ മാനിനെ അഴിച്ചുവിടുകയും ചെയ്തു. എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.